ഇതാ 64ാമത് വെബിനാറാണ്. വാശിയോഗത്തെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. വാശിയോഗം, വാശി പ്രാണായാമം 1-ാം ഘട്ടം. ഏറ്റവും വിശേഷപ്പെട്ട പ്രാണായാമമാണ് വാശി പ്രാണായാമം. യോഗികൾ വളരെ പരിശ്രമിച്ച് ഇത് സ്വായത്തമാക്കണം. ഇതുകൊണ്ട് ശരീരം എല്ലാ രോഗങ്ങളിൽ നിന്നും മുക്തമായി പ്രകാശിതമാകും. ഉജ്ജായിയിൽ വാ എന്ന് ശ്വാസമെടുത്ത് വയറു നിറച്ച് ഷീ എന്ന് ശീൽക്കാരിയിൽ നിന്നാണ് വാശി പ്രാണായാമത്തിന്റെ പ്രഥമ ഘട്ടം. ഈ രീതിയിൽ ശരീരത്തിന്റെ ഉള്ളിലും പുറത്തുമുള്ള എല്ലാ അവയവങ്ങളിൽ നിന്നും വാശി പ്രാണായാമം ചെയ്ത് ശരീരം ശുദ്ധമാക്കും. ഓരോ അവയവത്തിൽ നിന്നും 5 തവണ വീതമെങ്കിലും വാശി പ്രാണായാമം ചെയ്യണം. പാദം, കണങ്കാല്, മുട്ട്, തുട, ലിംഗം, വൃഷണം, മൂത്രസഞ്ചി, മലദ്വാരം, വൻകുടൽ, ഗർഭപാത്രം, ഓവറുകൾ, കരൾ, പാൻക്രിയാസ്, കിഡ്നി, ഹൃദയം, ശ്വാസകോശം തുടങ്ങി ശരീരത്തിലെ സൂക്ഷ്മമായ 100 സ്ഥാനങ്ങളിൽ നിന്നും 5 വീതം വാശി പ്രാണായാമം ചെയ്ത് അവിടുത്തെ മായകളും വായുകളും കഫവും മറ്റും വലിച്ച് ഷീ എന്ന് വായുവിൽ കൂടി കളയണം. അഴുക്കുകൾ നട്ടലിലൂടെ വലിക്കരുത്, ശരീരത്തിന്റെ വശങ്ങളിലൂടെ വലിക്കുക. ദിവസവും 500 തവണയെങ്കിലും ചെയ്യണം. രോഗസ്ഥാനങ്ങളിൽ നിന്നും കൂടി വാശി പ്രാണായാമം നടത്തി വായിൽ കൂടി വിടണം. കുംഭകം ചെയ്യേണ്ട ആവശ്യമില്ല. ആജ്ഞയിലേക്കും സഹസ്രാരത്തിലേക്കും വിടരുത്. ആ രേചകത്തിൽ അഴുക്കുണ്ടാകും. ഇത് നമുക്ക് നോക്കാം.